ഇന്ത്യക്ക് പുറത്തുള്ള ശത്രുക്കളെ നമുക്ക് തിരിച്ചറിയാൻ എളുപ്പമാണ്. നമ്മുടെ സേനയ്ക്ക് അതിർത്തി കടന്നു വരുന്ന ഭീകരന്മാരെ കണ്ടെത്താനോ അവരെ വെടിവെച്ച് കൊല്ലാനോ ഒരു പ്രയാസവുമില്ല. പക്ഷേ രാജ്യത്തിനകത്തുള്ള ശത്രുക്കളെ തിരിച്ചറിയേണ്ടത് ജനാധിപത്യ ബോധമുള്ള ജനങ്ങളാണ്. നമ്മുടെ രാജ്യത്തിന് പുറത്തു മാത്രമല്ല, രാജ്യത്തിനകത്തും ശത്രുക്കളുണ്ട് എന്ന് മനസ്സിലാക്കണം. ഈ ശത്രുക്കൾക്ക് ധനം നൽകി സഹായിക്കുന്ന ചില അന്താരാഷ്ട്ര ഏജൻസികളെക്കുറിച്ച് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ബോധവാന്മാരായേ മതിയാവൂ. വർഷങ്ങളായി ഇന്ത്യയിലെ ഭീകരപ്രവർത്തകർക്ക് ജനാധിപത്യ പ്രവർത്തകരെന്നും സാമൂഹ്യ പ്രവർത്തകരും എന്നുള്ള നിലയിലൊക്കെ സാമ്പത്തിക സഹായം നൽകിക്കൊണ്ടിരുന്നത് ആംനസ്റ്റി ഇൻ്റർനാഷണൽ എന്ന സംഘടനയാണ്. അവർക്കൊരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, ഇന്ത്യയെ തകർക്കുക എന്നുള്ളത്. ആംനസ്റ്റി ഇൻ്റർനാഷണൽ വളരെ തന്ത്രപൂർവ്വം ഒട്ടേറെ കാലം സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ വളരെ കാലം അവർ പ്രവർത്തിച്ചു. ഫോർഡ് ഫൗണ്ടേഷൻ, ഇന്ത്യയിൽ ആവശ്യമുള്ള ആളുകളെ ഫോർഡ് ഫൗണ്ടേഷൻ വിലയ്ക്ക് വാങ്ങിച്ച് അമേരിക്കൻ അധീശത്വം അവർ സ്ഥാപിച്ചു. ഇങ്ങനെ പല സംഘടനകളും ഇന്ത്യക്ക് അകത്ത് നിന്ന് ഇന്ത്യക്കാരെ ഉപയോഗിച്ച് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സംഘടനകളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സിറ്റിസൺസ് ഫോർ ജസ്റ്റിസ് ആൻഡ് പീസ്. ഈ സിറ്റിസൺസ് ഫോർ ജസ്റ്റിസ് ആൻഡ് പീസ് എന്ന് പറയുന്ന സംഘടനയുടെ പിന്നിലുള്ളത് ടീസ്ത സെതൽവാത്ത് എന്ന് പറയുന്ന സ്ത്രീയും ജാവേദ് ആനന്ദ് എന്ന് പറയുന്ന ഒരാളുമാണ്. അവർ ബോധപൂർവം പ്രചരിപ്പിക്കുന്നത് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും രണ്ട് തട്ടിലാക്കി രാജ്യത്ത് വിഭജനം നടത്താൻ, മതവിഭജനം, വർഗീയ വിഭജനം നടത്താൻ ശ്രമിക്കുന്ന ഒരു സംഘടനയാണ് സിറ്റിസൺസ് ഫോർ ജസ്റ്റിസ് ആൻഡ് പീസ്. ഇവരെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയതാണ് ഹിന്ദുസ് ഫ്രെയിം മുസ്ലിംസ് എന്നുള്ളത്. കോടതി തന്നെ അത് അസാധുവാക്കി. ടീസ്ത സെതൽവാദിന് ദുരൂഹമായ സാഹചര്യത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചതുമൊക്കെ നമ്മുടെ രാജ്യത്തെയും ജുഡീഷ്യറിയെയും കളങ്കം വരുത്തുന്ന അല്ലെങ്കിൽ അപമാനിക്കുന്ന ഒരു പ്രവൃത്തിയായി മാറി. അത് നാളത്തെ ചരിത്രം ചർച്ച ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. മറ്റൊരു സംഘടനയാണ് പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടി. അത് അവർ ചെയ്യുന്നത് മാവോവാദികൾക്ക് ധനസഹായം നൽകുകയാണ്. ചൈനയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാൻ, അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കാൻ, ഇന്ത്യൻ പട്ടാളക്കാർക്കെതിരെ കലാപം നടത്താൻ ഒക്കെ മാവോവാദികളെ സഹായിക്കുന്ന ഒരു സംഘടനയാണ് പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടി എന്ന് പറയുന്ന സംഘടന. മറ്റൊരു സംഘടനയുണ്ട് ഇൻഡോ അമേരിക്കൻ മുസ്ലിം കൗൺസിൽ. അവർ രാജ്യദ്രോഹ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ താല്പര്യമുള്ള മുസ്ലിങ്ങളെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അവർ മുസ്ലിങ്ങളെ കണ്ടെത്തുന്നത് മതത്തിൻ്റെ മേൽവിലാസത്തിലാണ്. നിഷ്കളങ്കരായ ചില മുസ്ലിങ്ങൾ അവരുടെ കെണിയിൽ പെട്ടിട്ടുണ്ട്. അവരെ ഉപയോഗിച്ച് വളരെ തന്ത്രപൂർവ്വം കാര്യങ്ങൾ നീക്കുന്നുണ്ട്. സിമിയുടെ പിന്നിലുണ്ടായിരുന്നത് ഈ ഇൻഡോ അമേരിക്കൻ മുസ്ലിം കൗൺസിലായിരുന്നു. സിമിയുടെ മുദ്രാവാക്യം എന്തായിരുന്നു? ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്നുള്ളതായിരുന്നു. ഇന്ന് ആ സിമി എവിടെ നിൽക്കുന്നു? കോൺഗ്രസ് ആയിരുന്നു രാജ്യം ഭരിച്ചിരുന്നതെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? സിമിയെ നിരോധിച്ചത് കോൺഗ്രസ് ആണ് എന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ സിമിയെ നിരോധിക്കുക മാത്രം സിമി ഇല്ലാതായില്ല. പോപ്പുലർ ഫ്രണ്ടിലൂടെ അതൊരു മറ്റൊരു സംഘടനയായിട്ട് വളർന്നു വരികയും ചെയ്തു. പക്ഷേ അതിനെയൊക്കെ തടഞ്ഞു നിർത്തുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചത്, തീവ്രവാദത്തെ കേരളത്തിൽ തടഞ്ഞു നിർത്തുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചത് തീർച്ചയായിട്ടും മുസ്ലിം ലീഗാണ്. അക്കാര്യത്തിലെ മുസ്ലിം ലീഗിനെയും പാണക്കാട് തങ്ങളന്മാരെയും നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. അവരിത്തരം സംഘടനകളുടെ പണം വാങ്ങുന്ന ആളുകളാണെന്നും അത്തരം പണം വാങ്ങി രാജ്യത്ത് വർഗീയ വിഭജനം നടത്താൻ ശ്രമിക്കുന്ന ആളുകളാണെന്നും ആർക്കും ഒരു പരാതി പോലും പറയാൻ പറ്റില്ല. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പ് സൗത്ത് ഏഷ്യൻ സോളിഡാരിറ്റി ഗ്രൂപ്പ് എന്നൊരു സംഘടനയാണ്. ഈ സൗത്ത് ഏഷ്യൻ സോളിഡാരിറ്റി ഗ്രൂപ്പ് ചെയ്യുന്നത് ഇവിടുത്തെ സന്നദ്ധ സംഘടനകൾക്ക് പണം നൽകുക എന്നുള്ളതാണ്. അപ്പോൾ സന്നദ്ധ സംഘടനകൾക്ക് പണം നൽകി അവരെ ഉപയോഗിച്ച് രാജ്യത്ത് മതമൗലികവാദവും തീവ്രവാദവും പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. ഇതിനെയൊക്കെ തിരിച്ചറിഞ്ഞ് ഇവരെയൊക്കെ പ്രതിരോധിക്കേണ്ട ചുമതല രാജ്യസ്നേഹമുള്ള, കാര്യവിവരമുള്ള, അഭ്യസ്തവിദ്യരായ ഇന്ത്യയിലെ ജനങ്ങളാണ്. അവർ ഈ ദൗത്യം ഏറ്റെടുത്തില്ല എങ്കിൽ വലിയ അപകടത്തിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് നമ്മൾ കണ്ടതാണ്. ഇന്ത്യ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഇന്ത്യക്കാരാണ്, ജോർജ് സോറസ് അല്ല. ജോർജ് സോറസ് കോടിക്കണക്കിന് രൂപ മാറ്റിവെച്ചു നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ. എന്താണ് ജോർജ് സോറസിന് ഇന്ത്യ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം? ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയെപ്പോലെ ദുർബലനായ ഒരു അർദ്ധ ഭാരതീയനെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി കിട്ടിയാൽ, സോണിയാഗാന്ധിയെപ്പോലെ
വിദേശത്ത് വേരുകളുള്ള വിദേശിയായ ഒരു വനിതയെ ഇന്ത്യയുടെ ഭരണം നിയന്ത്രിക്കാൻ ഏൽപ്പിച്ചാൽ ജോർജ് സോറസിനും ഒക്ടോവിയോ കട്രോച്ചിക്കും ഒക്കെ കിട്ടുന്ന സൗകര്യങ്ങളും സുഖങ്ങളും പണവും നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അത് രാജ്യത്തെ അസ്ഥിരപ്പെടുത്തും എന്ന വസ്തുത നമ്മൾ മറന്നുകൂടാ. ഇന്ത്യയും പാകിസ്ഥാനുമായി ഈ സംഘർഷം നിലനിൽക്കുമ്പോൾ ഇവിടുത്തെ ചില പത്ര ദൃശ്യ മാധ്യമങ്ങൾ വഹിച്ച പങ്ക് നമുക്ക് മറക്കാൻ കഴിയുന്ന ഒന്നല്ല. ദ ഹിന്ദു ദിനപത്രം, അത് എൻ റാമാണ് അതിൻ്റെ നേതാവ്, അതിൻ്റെ എഡിറ്റർ. ഇപ്പോൾ എഡിറ്ററായിട്ട് ഒരുപക്ഷെ അദ്ദേഹം പിന്നിൽ നിന്നായിരിക്കാം പ്രവർത്തിക്കുന്നത്. എൻ റാം യഥാർത്ഥത്തിൽ രാമനല്ല, രാവണനാണ്. ഈ രാജ്യത്തെ നശിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന രാവണന്മാരിലൊരാളാണ് എൻ റാം. അതുകൊണ്ട് തന്നെയാണ് സർക്കുലേഷൻ്റെ കാര്യത്തിൽ ദ ഹിന്ദു തലകുത്തി വീണത്. ഇന്ന് ദ ഹിന്ദു ഇത് ആൻറ്റി ഹിന്ദു ആയിട്ട് മാറിയിരിക്കുന്നു. ഈ പത്രം നടത്തുന്ന ദുഷ്പ്രചരണങ്ങളിൽ ഒന്നായിരുന്നു ഇന്ത്യൻ വിമാനം പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്നുള്ളത്. അത് ഏറ്റുപറയാൻ ഇവിടെ ഒരു യൂട്യൂബ് ചാനൽ മാത്യു സാമുവൽ എന്ന് പറയുന്ന സ്വയം പ്രഖ്യാപിത അന്താരാഷ്ട്ര പത്രപ്രവർത്തകന് മുന്നോട്ട് വന്നു. അദ്ദേഹത്തിൻ്റെ വാർത്ത ഞാൻ ഞെട്ടലോടെയാണ് കണ്ടത്. ഇന്ത്യയുടെ 7 വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആദ്യം 2 ആയിരുന്നു, അത് 3 ആക്കി, പിന്നെ 7 ആക്കി. അദ്ദേഹത്തിന് എവിടെയൊക്കെ വിവരം ലഭിച്ചിട്ടുണ്ടത്രേ. അദ്ദേഹത്തിൻ്റെ വിവരം ലഭിക്കുന്നത് ISI എന്ന്, പാകിസ്ഥാൻ ചാരസംഘടനയിൽ നിന്ന്, റിസർച്ച് ആൻഡ് അനലൈസ് വിങ്, ഇന്ത്യയിലെ റിസർച്ച് ആൻഡ് അനലൈസ് വിങ്ങിൽ നിന്ന്, ട്രംപുമായിട്ട് പോലും അദ്ദേഹത്തിന് പരിചയമുണ്ട്, വൈറ്റ് ഹൗസിൽ നിന്നും അദ്ദേഹത്തിന് വിവരം കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും ശരി, ഈ സ്വയം പ്രഖ്യാപിത പത്രാധിപരെ, എഡിറ്റർ തലകുത്തി വീഴുന്നൊരു ചിത്രമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വാർത്തകൾ വളരെ കൗതുകപൂർവ്വം കേൾക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് ചില ധാരണകളുണ്ട്. അദ്ദേഹം മോശമായ ഒരാളാണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ ഇന്ത്യൻ വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ്റെ കണ്ണിൽ കണ്ട ദുരൂഹമായ ഒരു സന്തോഷം, ഒരു നിമിഷം എന്നെ വല്ലാതെ സ്പർശിച്ചതാണ്. എന്തായാലും ശരി, മാത്യു സാമുവലിൻ്റെ ചാനൽ ഗവൺമെൻറ് നിരോധിച്ചു. ഹിന്ദു നിരോധിക്കേണ്ട കാര്യമില്ല, ഹിന്ദു ജനങ്ങൾ തന്നെ ബഹിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ചില പത്ര ദൃശ്യ മാധ്യമങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങളാണ്. കാശ്മീരിലേക്ക് കടന്നെന്ന് ജനങ്ങളുടെ അഭിപ്രായം അറിയാൻ നിയോഗിക്കപ്പെട്ടവരിൽ, അല്ലെങ്കിൽ അതിന് അനുവാദം ലഭിച്ചവരിൽ 1-2 പേര് ഏഷ്യാനെറ്റിൻ്റെ റിപ്പോർട്ടർമാരാണ്. ഒരു ഏഷ്യാനെറ്റിൻ്റെ റിപ്പോർട്ടർ ഒരു പാകിസ്ഥാൻകാരനോട് ചോദിക്കുന്നു, എങ്ങനെയുണ്ട്, ഭയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങൾക്ക് മോദിയിൽ വിശ്വാസമുണ്ട്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയമില്ല, കട തുറക്കാം, പ്രവർത്തിക്കാം, സാധാരണ നിലയിൽ ഇവിടെ ജീവിക്കാമെന്നാണ് ഞാൻ കരുതുന്നത് എന്ന ഗ്രാമീണൻ പറയുന്നു. പക്ഷേ റിപ്പോർട്ടർ നമ്മളോട് പറയുന്നത് ഇന്ത്യൻ പട്ടാളത്തിൽ അദ്ദേഹത്തിന് വിശ്വാസമുണ്ട് എന്നുള്ളതാണ്. തൻ്റെ പിന്നിൽ ഇന്ന് മുസ്ലിം പള്ളി കത്തിയെരിയുന്നു എന്ന് പറഞ്ഞ അധമനായ ഒരു റിപ്പോർട്ടറെ രാജ്യത്തെ പത്രലോകത്തിന് സംഭാവന ചെയ്തതും ഏഷ്യാനെറ്റാണ്. ഇത്തരം നികൃഷ്ട ജീവികളെ നമ്മുടെ പത്ര ദൃശ്യ മാധ്യമങ്ങളിൽ അന്യരാജ്യങ്ങളിലെ പണം വാങ്ങി ഇന്ത്യയെ തകർക്കാൻ കാത്തിരിക്കുന്ന ജോർജ് സോറസിനെ പോലുള്ള ഇന്ത്യ വിരുദ്ധരിൽ നിന്ന് പണം കൈപ്പറ്റി നടത്തുന്ന പ്രവർത്തനങ്ങൾ, പ്രചരണങ്ങൾ ഇന്ത്യക്കാർ തിരിച്ചറിഞ്ഞേ മതിയാവുള്ളൂ. അവരെ തിരിച്ചറിയുക മാത്രമല്ല, ഒറ്റപ്പെടുത്തുകയും വേണം. എങ്കിൽ മാത്രമേ രാജ്യത്ത് സമാധാനവും ശാന്തിയും മതേതരത്വവും മതസൗഹാർദ്ദവും നമുക്ക് നിലനിർത്താൻ കഴിയുള്ളൂ. ഇത് ഓരോ ഇന്ത്യക്കാരനും തിരിച്ചറിയേണ്ട വസ്തുതയാണ്. ഇന്ത്യ ഗവൺമെൻറ് അതിർത്തിക്ക് പുറത്തേക്ക് ചൂണ്ടിയിരിക്കുന്ന തോക്കിൻ കുഴൽ ഈ യുദ്ധം കഴിഞ്ഞാൽ അതിർത്തിക്കകത്തേക്ക്, ഇന്ത്യക്കകത്ത് നിന്ന് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന രാജ്യദ്രോഹികൾക്ക് നേരെയും ചൂണ്ടാനുള്ള ധൈര്യമാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ ഇവിടെ കാണിക്കേണ്ടത്. രാജ്യത്തിൻ്റെ പല ഔദ്യോഗിക സ്ഥാനങ്ങളിലും ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ തക്കം പാർത്തിരിക്കുന്ന ചില ഇന്ത്യ വിരുദ്ധർ ഉണ്ട്. അത് പത്ര ദൃശ്യ മാധ്യമങ്ങളിലുണ്ട്, ഉദ്യോഗ ശ്രേണികളിലുണ്ട്, അതുപോലെ തന്നെ പോലീസ് സേനയിലുണ്ട്, പലയിടത്തുമുണ്ട്. ഇവരെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം, ഒറ്റപ്പെടുത്തുവാനും നമുക്ക് കഴിയണം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് മതസൗഹാർദ്ദം നിലനിർത്താൻ പറ്റില്ല, ഇന്ത്യയെ ഒറ്റക്കെട്ടായി നമുക്ക് നിർത്താൻ പറ്റില്ല. രാഷ്ട്രീയത്തിനതീതമായി നമ്മുടെ രാജ്യത്തെ ഒറ്റക്കെട്ടായി നിർത്തേണ്ടിയിരിക്കുന്നു. അടിയന്തര ഘട്ടത്തിൽ ആരിന്ത്യ ഭരിച്ചാലും ഭരണാധികാരിയോടൊപ്പം നമ്മൾ നിന്ന പാരമ്പര്യമാണ് നമുക്കുള്ളത്. 71 ഇന്ത്യയും പാകിസ്ഥാനുമായി യുദ്ധം നടത്തിയപ്പോൾ വാജ്പേയി പറഞ്ഞ ഒരു പ്രധാനമായ, വളരെ പ്രശസ്തമായൊരു വാചകമുണ്ട്, ഇന്ദിരാഗാന്ധി ഇന്ത്യൻ ദുർഗയാണെന്നാണ്. അത് മനസ്സിലാക്കാൻ ഇന്നത്തെ കോൺഗ്രസ്സുകാർ കഴിയത്തില്ല, ഇറ്റാലിയൻ കോൺഗ്രസ്സുകാർക്ക് അവർക്ക് കഴിയില്ല. ഇന്ദിരാഗാന്ധി
ഇന്ത്യയിൽ ജനിച്ചു വളർന്ന സ്ത്രീയാണ്. ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. സോണിയാഗാന്ധി ഇറ്റലിയിൽ ജനിച്ചു വളർന്ന ഒരു സ്ത്രീയാണ്. ഇറ്റാലിയൻ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഇന്ദിരാഗാന്ധിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സോണിയാഗാന്ധിയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്ന് ആദ്യം തിരിച്ചറിയേണ്ടത് കോൺഗ്രസ്സിലെ കതറിട്ട മാംസപിണ്ഡങ്ങളാണ്. രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന, രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നവൻ ആരായാലും ശരി, അവനെ തിരിച്ചറിയാൻ കോൺഗ്രസ്സുകാർക്ക് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റുകാർക്കും ജനങ്ങൾക്കും എല്ലാ പാർട്ടിയിലും പെട്ടവർക്ക് കഴിയണം. രാജ്യം ഭരിക്കുന്നത് ആരുമാകട്ടെ, ഇന്ന് BJP ഭരിക്കുന്നു, നാളെ കോൺഗ്രസ് ഭരിച്ചുകൂടാന്നില്ല, ആർക്ക് വേണമെങ്കിലും അങ്ങനെ ഒരു ഐക്യ മുന്നണി ഒരു സംവിധാനം ഇന്ത്യ ഭരിച്ചുകൂടായെന്നില്ല. പക്ഷേ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയോടൊപ്പം നിർണായകമായ സന്ദർഭങ്ങളിൽ ഒന്നിച്ച് നിൽക്കേണ്ടപ്പോൾ ഈ രാജ്യത്തിനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന സംഘടനകളെയും വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും തിരിച്ചറിയാൻ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് കഴിയേണ്ടിയിരിക്കുന്നു. ഇംഗ്ലീഷിൽ പ്രശസ്തമായൊരു പറച്ചിലുണ്ട്: നിങ്ങളുടെ പശ്ചാത്തലമോ സാഹചര്യങ്ങളോ അല്ല, മറിച്ച് നിങ്ങളുടെ ഇച്ഛാശക്തിയാണ് നിങ്ങളെ നിർണ്ണയിക്കുന്നതെന്ന്. അത് നരേന്ദ്രമോദിക്ക് മാത്രമല്ല, ഓരോ ഇന്ത്യൻ പൗരനും ബാധകമായ ഒരു കാര്യമാണ്. നിശ്ചയദാർഢ്യമുള്ള, ഇച്ഛാശക്തിയുള്ള ഒരു പ്രധാനമന്ത്രിയെ ഭാഗ്യവശാൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രാജ്യസ്നേഹമുള്ള ഒരു സൈന്യം നമുക്കുണ്ട്. ഒപ്പം നല്ലൊരു ടീം ഉദ്യോഗസ്ഥന്മാർ അടക്കമുള്ള ആളുകൾ ഈ ക്രൈസിസിൻ്റെ കാലഘട്ടത്തിൽ ഇന്ത്യയോടൊപ്പം നിൽക്കുന്നുണ്ട്. അജിത് ഡോവലിനെ പോലെയുള്ള പരിണതപ്രജ്ഞരായ ആളുകൾ ഉപദേശകന്മാരായി സെൻട്രൽ ഗവൺമെൻറ്റിനോടൊപ്പമുണ്ട്. ഈ സാഹചര്യത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മളുടെ സാഹചര്യമോ പശ്ചാത്തലമോ അല്ല നമ്മളെ നിർണ്ണയിക്കുന്നത്, നമ്മുടെ നിശ്ചയദാർഢ്യമാണ്. ഇന്ത്യക്ക് എതിരെ നിൽക്കുന്ന ആരായാലും ശരി, അവനെ ഒറ്റപ്പെടുത്താനും തിരിച്ചറിയുവാനും അവനെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുവാനുമുള്ള നിശ്ചയദാർഢ്യം ഓരോ ഇന്ത്യക്കാരനും ഓരോ പൗരനും കാണിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. അത് മറക്കരുത്.